തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടലിൽ തീപിടുത്തമുണ്ടായി. തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിലാണ് തീപിടിച്ചത്. 6ാം നിലയിലാണ് തീപിടുത്തം. തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ ഫയർഫോഴ്സും പോലീസും എത്തി ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. താമസിക്കാൻ വന്നവരാ. ഒരു ദിവസമൊക്കെ റൂം എടുത്തതാ. 316 റൂമിൽ അരമണിക്കൂർ മുമ്പ് ഫയർഫോഴ്സും പോലീസും വന്നിട്ട് റൂം മുട്ടിയിട്ട് നമ്മളോട് പറഞ്ഞ് പുറത്തിറങ്ങണം, പുക ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പുക കണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൂം ഇറങ്ങി നമ്മൾ പുറത്തു കൂടി എന്ത് ചെയ്യുന്ന പുറത്തിറക്കി. നമ്മളൊന്നും സംസാരിച്ചില്ല. നമ്മൾ ഫയർഫോഴ്സിന്റെ കൂടെയും പോലീസിന്റെ കൂടെയും പുറത്തിറങ്ങി. ഇത്രയേ ഉള്ളൂ. അല്ല, ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. TS ഹരികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഹരി, എന്താണ് സംഭവിച്ചത്? രതീഷ്, 6ാമത്തെ നിലയിലല്ല 1ാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് അല്പസമയം മുമ്പ് നമ്മുടെ അടുത്ത് ജില്ലാ ഫയർ ഓഫീസർ സംസാരിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അതായത് 1ാമത്തെ നിലയിൽ ഈ ചിമ്മിനിയുടെ ഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. ആ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് കൊണ്ട് തന്നെ അവർ പെട്ടെന്നെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്തയാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇവിടെ ഇപ്പോൾ നിലവിലില്ല. തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണ് ഹൈലാൻഡ്. ആ സമയത്ത് നേരത്തെ സംസാരിച്ച ഇവിടെ താമസിച്ച ഗസ്റ്റുകൾ പറയുന്നുണ്ട്, അലാറം അടിച്ചില്ല, ഫയർഫോഴ്സ് എത്തിയാണ് അവരെ റൂമിൽ തട്ടി അവരെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു അലാറം അടിച്ചിരുന്നു, ആ അലാറം കേട്ടിട്ടാണ് ജീവനക്കാരൊക്കെ ഫയർഫോഴ്സിനെ വിളിച്ചത് എന്നുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അല്പസമയം മുമ്പ് തന്നെ ഇവിടെ താമസിച്ചിരുന്ന പുറത്തിറക്കിയ ഗസ്റ്റുകളെയൊക്കെ അവരുടെയൊക്കെ ID കാർഡൊക്കെ പരിശോധിച്ച് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ച് ഫയർഫോഴ്സിന്റെ 2-3 യൂണിറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പലരും മടങ്ങിപ്പോയി. ഇപ്പോൾ ഒരു യൂണിറ്റ് മാത്രം, അവർ കൂടി അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് മടങ്ങും. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.